നമ്മുടെ കോടതികൾ, ജഡ്ജിമാർ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മുമ്പ് ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ ഒരു സംസ്ഥാന ഗവർണറായി കേരളത്തിൽ വന്നു. ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ റിട്ടയർ ചെയ്ത് പിറ്റേ ദിവസം പാർലമെന്റ് മെമ്പറായി, ഒരു പാർട്ടിയുടെ രാജ്യസഭാ അംഗമായി. ഇപ്പോഴിതാ മധ്യപ്രദേശിലെ ഒരു ഹൈക്കോടതി ജഡ്ജി റിട്ടയർ ചെയ്ത് 3 മാസത്തിനകം BJPയുടെ ഔദ്യോഗിക സ്ഥാനം സ്വീകരിച്ചിരിക്കുന്നു. BJP അംഗത്വവും ഔദ്യോഗിക സ്ഥാനവും. മധ്യപ്രദേശിലാണ് സംഭവം. മധ്യപ്രദേശിലെ ഭോപ്പാൽ ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്ന രോഹിത് ആര്യ വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ BJP നേതാവിനെ കെട്ടിപ്പിടിച്ച് അവരിൽ നിന്ന് സ്ഥാനം സ്വീകരിക്കുന്നു. ഒരു ചിത്രം നമ്മൾ കണ്ടു. ആരാണ് ഈ രോഹിത് ആര്യ? രോഹിത് ആര്യയെ കുറിച്ച് മുമ്പ് തന്നെ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ BJPക്ക് വേണ്ടി, അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ പല വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുഭവമുള്ളതാണ്. മുമ്പൊരിക്കൽ 2 പേർ, നളിനി അടക്കമുള്ള 2 പേർ വലിയ തോതിൽ പ്രസംഗിച്ചതിനെതിരെ വലിയ ആക്രമണം വെച്ച് കേസെടുത്തു. രാജ്യത്തെ രോഗമാണ് ഇവരുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് വലിയ കേസെടുത്തു. കേസ് പിന്നെ തള്ളിപ്പോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് BJPക്ക് വേണ്ടിയായിരുന്നു എന്ന് അന്ന് വളരെ ശക്തമായ ആരോപണമുണ്ടായിരുന്നു. അതിലും വിവാദമായ ഒരു കേസ്, ഒരു മനുഷ്യൻ രക്ഷാബന്ധൻ ദിവസം ഒരു പെണ്ണിന്റെ കൈ കയറി പിടിച്ചു. രക്ഷാബന്ധൻ കെട്ടാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അനാവശ്യമായി അവർക്ക് ഇഷ്ടമില്ലാതെ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിയമത്തിൽ ക്രിമിനൽ കുറ്റമാണ്. ഇത് ഇദ്ദേഹത്തിന്റെ കോടതി ചെന്നു, രോഹിത് ആര്യയുടെ കോടതി ചെന്നു. ഇദ്ദേഹം പറഞ്ഞു, രക്ഷാബന്ധൻ മഹത്വമായ കാര്യമാണ്, അതുകൊണ്ട് രക്ഷാബന്ധന്റെ അടുത്ത് കൈപിടിക്കുന്നത് സാഹോദര്യത്തിന്റെ ലക്ഷണമാണ്, അത് സഹോദരിയാണ് എന്ന് കണക്കാക്കി അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ഈ മഹാൻ വിധിച്ചത്. ഈ മഹാന് ഇന്ത്യൻ പീനൽ കോഡാണോ നോക്കേണ്ടത്, ഭരണഘടനയാണോ നോക്കേണ്ടത്, രക്ഷാബന്ധന്റെ ഭരണഘടനയാണോ നോക്കേണ്ടത് നമുക്കറിയില്ല. ഏതായാലും ശക്തമായ വിമർശനത്തോടെ സുപ്രീം കോടതി അത് തള്ളുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സംഘപരിവാറിന്റെ വക്താവായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഉടനെ ജഡ്ജി സ്ഥാനം വിരമിച്ച ഉടനെ BJP 2 കൈ നീട്ടി സ്വീകരിച്ചു. അയാൾ അവരെ ആശ്ലേഷിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പദവി കൊടുത്തിട്ടുണ്ട്. എന്താണ്? മധ്യപ്രദേശ് കോർഡിനേറ്റർ. ഏത് വിഷയത്തിൽ? 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്നതിന്റെ അതിന്റെ ക്യാമ്പയിന്റെ കോർഡിനേറ്ററായി കൊടുത്തിട്ടുള്ള ഇദ്ദേഹത്തിനാണ്. നമ്മൾ എങ്ങനെയാ കോടതികളെ വിശ്വസിക്കുക? ജഡ്ജിമാർ യഥാർത്ഥത്തിൽ നല്ല ജഡ്ജിമാർ വിരമിച്ചു കഴിഞ്ഞാൽ അവർ ഇതുപോലെയുള്ള കിട്ടിയ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പോകാറില്ല. പക്ഷേ അങ്ങനെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പോകുന്ന ജഡ്ജിമാർ കേരളത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പോകുന്ന ജഡ്ജിമാർ മനുഷ്യാവകാശ കമ്മീഷൻ ആവുക, വിവരാവകാശ കമ്മീഷൻ, എന്തെങ്കിലുമൊക്കെ ആവുക, പിന്നെ ഏതെങ്കിലും അന്വേഷണ കമ്മീഷൻ ആവുക, അങ്ങനെ എപ്പോഴും ഒരു ഔദ്യോഗിക കാറും ബഹുമതിയും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ തരികട കളിച്ച് നടക്കുന്ന, അതിനുവേണ്ടി ഭരണകൂടത്തിന്റെ കാല് പിടിക്കുന്ന ജഡ്ജിമാരെ കുറിച്ച് ഓർത്ത് നാണിക്കുന്നു. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അതിന്റെ നഗ്നമായ ലംഘനമാണ് ഇത്തരം ജഡ്ജിമാർ ചെയ്യുന്നത്. കോടതികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ്. ജഡ്ജിയുടെ രാഷ്ട്രീയം നോക്കി വേണം നമ്മൾ കോടതിയിൽ പോകാൻ എന്ന് വന്നാൽ പിന്നെ എന്താണ് അതിന് അർത്ഥമുള്ളത്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി എക്സിക്യൂട്ടീവിൽ നിന്നും, രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും, പാർലമെന്റിൽ നിന്നും സ്വതന്ത്രമായി നിന്നുകൊണ്ട് വിധി പുറപ്പെടുവിക്കേണ്ട ആളുകളാണ്. അവര് രക്ഷാബന്ധൻ പുണ്യകർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ് വിധി പുറപ്പെടുവിക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യത്തിന് അപകടകരമാണ്. ഏത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ഒരു ജഡ്ജി അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് തെറ്റാണ്. അത് മാത്രമല്ല, റിട്ടയർ ചെയ്തിട്ട് ചുരുങ്ങിയത് 1 വർഷക്കാലമെങ്കിലും ഇവരെ ഒന്നും ചെയ്യാതെ, അതായത് മറ്റൊരു പാർട്ടിയിൽ ചേരാതിരിക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചാൽ കുറേ കൂടി നല്ലത്.